ദൈവ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മേ മാതാവേ സ്വസ്തി, ആവേ മരിയ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്ന് ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മൂലം ഈശോ നൽകിയ വലിയ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നെ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവന് ദൈവത്തിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയുമെന്ന് അരുളി ചെയ്ത ഈശോനാഥ, അങ്ങൻ്റെ ജീവിതത്തിൽ പരിശുദ്ധമ്മ വഴി ചൊരിഞ്ഞ ഒത്തിരി അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രം ഞാനെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇളയ മകൾക്ക് 1.5 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി. ആദ്യമായിട്ട് പോയതാണ്. പോയ സമയത്ത് മകൾക്ക് പനിയും ഭയങ്കര ശ്വാസമുട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനോ ദിവ്യബലിയിൽ സംബന്ധിക്കാനോ ഒന്നും കാര്യമായിട്ട് സാധിച്ചില്ല. കൊച്ചാരുടെയും അടുത്ത് പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് പള്ളിയുടെ പുറത്ത് നിൽക്കാനേ സാധിച്ചുള്ളൂ. അന്ന് പഴയ പള്ളിയാണ്, ഇന്നത്തെ പുതിയ പള്ളിയല്ല. നിന്ന് മാതാവിനോട് കരഞ്ഞ 2 കാര്യങ്ങൾ ഞാനന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ശ്വാസമുട്ട് വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ശ്വാസമുട്ടിൻ്റെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഞാൻ ഈ കുഞ്ഞിന് ഇനി ശ്വാസമുട്ട് വന്നേക്കല്ലേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇന്ന് അവൾക്ക് 42 വയസ്സായി. 1.5 വയസ്സുള്ളപ്പോഴാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് വരെ ഈ മകൾക്ക് ശ്വാസമുട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ ശക്തിക്കും സഹായത്തിനും ഈശോയോടും അമ്മയോടും നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിക്ക് സൈനസൈറ്റിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. 13 വയസ്സിൽ തുടങ്ങിയതാണെന്ന് പറയുന്നു. അന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു 47-48 വയസ്സ് പ്രായം കാണും. ഒരുപാട് ചികിത്സകൾ, ആയുർവേദവും ഹോമിയോ, അലോപ്പതി, ഒത്തിരി ഡോക്ടർമാരെ ആശുപത്രികളിലൊക്കെ ചികിത്സിച്ചിട്ടും മിക്കവാറും 2 മാസത്തിലെങ്കിലും ഒരിക്കൽ അസുഖം വരുമായിരുന്നു. ഈ അസുഖം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും എല്ലാത്തിനോടും ദേഷ്യം. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ആ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇത്രയും ചികിത്സയൊക്കെ നടത്തിയിട്ട് മാറാത്ത ഈ അസുഖം ആ മകനിൽ നിന്നും എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം 48-49 വയസ്സിലാണ് പ്രാർത്ഥിച്ചത്. 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. മരിക്കുന്നത് വരെ ഒരിക്കലും പിന്നെ അദ്ദേഹത്തിന് ഈ അസുഖം ഉണ്ടായിട്ടില്ല. ദൈവനാമത്തിന് മഹത്വം. അമ്മയ്ക്കും നന്ദി. എൻ്റെ മൂത്ത മകൻ മാർ അത്തനേഷ്യസ് കോളേജിൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റാഗിങ് മൂലം വളരെയധികം അപകടങ്ങൾ ഉണ്ടായ കാലഘട്ടമായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെ പേടിയായിരുന്നു. മകൻ അതുകൊണ്ട് ഹോസ്റ്റലിൽ താമസിക്കാതെ അവർ 8ാം ക്ലാസ് തുടങ്ങി കൂടെ പഠിച്ച ഒരു 4 പേര് ഒരുമിച്ച് ഒരു ചെറിയ വീടെടുത്തിട്ട് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വീട് ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു. പക്ഷെ അവർക്ക് വെള്ളത്തിന് വേണ്ടി താഴെ ഉള്ള ഒരു കിണറ്റിൽ നിന്നും വെള്ളം എടുക്കണമായിരുന്നു. അപ്പൊ രാവിലെ ആവശ്യത്തിന് കുളിക്കാനും മറ്റുമുള്ള വെള്ളത്തിന് വേണ്ടി അവർ രാത്രി തന്നെ വെള്ളം എടുത്തു വെക്കുമായിരുന്നു. ഒരു ദിവസം മകൻ വെള്ളം എടുക്കാൻ വേണ്ടി രാത്രി പോയി. കുറെ കഴിഞ്ഞിട്ടും ബൈജുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ അന്വേഷിച്ചു ചെന്നപ്പോൾ മകൻ കിണറ്റിൽ വീണ് നിൽക്കുകയാണ്. ഒരു അടക്കാമരം ഇങ്ങനെ കിണറ്റിന്റെ മുകളിൽ ചാഞ്ഞു കിടന്നിരുന്ന ഈ അടക്കാമരത്തുമ്മൽ കപ്പിയിട്ടിട്ടാണ് ഇവർ വെള്ളം കോരിയെടുത്തിരുന്നത്. മകൻ പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ അന്വേഷിച്ചു ചെന്നപ്പോൾ ഈ മകൻ കിണറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കോതമംഗലം എന്ന് പറയുമ്പോൾ വളരെ ആഴമുള്ള കിണറാണ്. അടക്കാമരം ഒടിഞ്ഞിട്ട് അടക്കാമരവും മകനും കപ്പിയും എല്ലാം കൂടി കിണറ്റിലേക്ക് വീണു. പക്ഷെ ഒരു പോറൽ പോലും ആ മകന് സംഭവിച്ചില്ല. വീണ സമയത്ത് എൻ്റെ മഞ്ഞമാതാവേ എന്ന് പറഞ്ഞ് എൻ്റെ മകൻ വിളിച്ചു. ഒരു അപകടവും കൂടാതെ മാതാവ് കയ്യിൽ താങ്ങി ആ മകനെ അവിടെ നിർത്തിയിരിക്കുന്നു. കൂട്ടുകാരെല്ലാവരും കൂടി വന്ന് കയറിട്ട് കൊടുത്ത് അതിൽ പിടിച്ച് ഒരു അപകടവും കൂടാതെ വളരെ സുരക്ഷിതമായിട്ട് മകനെ കരക്കെടുപ്പിച്ചു. മാതാവിന് നന്ദി. ഇനിയും ഒത്തിരിയേറെ കൃപകൾ മാതാവ് വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയാനിപ്പോൾ സമയം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നിർത്തുകയാണ്. എല്ലാ മഹത്വവും ദൈവത്തിന്, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി, സ്തോത്രം, സ്തുതി, മഹത്വം, ആരാധന. ഒരു പടയോട്ടത്തിൽ നിന്നും നിൻ മക്കളെ അത്ഭുതമഞ്ഞിന
കരുണയാൽ കാത്തൊരമ്മേ.